കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോയി. ഏത് സംസ്ഥാനമാണെന്ന് ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അതിനൊരു സൂചന വന്നാലും എന്നുള്ളതുകൊണ്ട് ആ സ്റ്റേറ്റിനെ ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഞാനൊരു രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്തിനടുത്ത് ഒരു ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടതൊരു വളരെ വിദൂരമായി റോഡിൽ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ വളരെ വിദൂരമായി കുറെ ആടുകളെ മേയ്ക്കുന്ന കുറെ കർഷകരെ കണ്ടു. അപ്പൊ അത് അവരുടെ വേഷവും അത് വളരെ കൗതുകരമാണ്. അത് ഫോട്ടോയ്ക്ക് പറ്റിയ മൊമെന്റാണ്. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പൊ ഹിന്ദിക്കാരനായ ഡ്രൈവർ കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി നിർത്തി ഞാനും ഫോട്ടോഗ്രാഫറും കൂടി ചാടി ഇറങ്ങിയപ്പോ ഈ ഡ്രൈവർ ഞങ്ങളുടെ കൂടെ പെട്ടെന്ന് പുറത്തോട്ട് കൂടി വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ നടന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഹിന്ദിയിൽ ചോദിച്ചെന്താ ചോദിച്ചതിന് അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകണ്ട, അത്ര ചിലപ്പം ഒരു ആക്രമിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവിടെ പോയി അവരോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ആ സ്റ്റേറ്റിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മളിപ്പോ നിലമ്പൂര് കണ്ടതുപോലെ ഏറ്റവും ആവേശമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മളവിടെ പോകുമ്പോൾ ആ ഗ്രാമങ്ങളിലൊന്നും ഒരു കൊടിയോ ഒരു പോസ്റ്ററോ ഒരു നേതാവിന്റെ ചിത്രങ്ങളോ ഒന്നുമില്ല. ചില ഗ്രാമങ്ങളിൽ ചില പ്രത്യേക ശനിയാഴ്ചകളിൽ മാത്രം ചില കൂട്ടായ്മകൾ കാണുന്നുണ്ട്. അപ്പോ അന്ന് ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് അറിയേണ്ടിയിരുന്ന ഒന്നാണ്. ഞാൻ ആ കൂട്ടത്തിൽ കപ്പടം വീശ വെച്ച ആ ആട്ടിൻ കർഷകനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ MLA കണ്ടിട്ടുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു തവണ അങ്ങ് ദൂരേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഒരു തവണ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ MBA അറിയാമോ? അദ്ദേഹത്തിന് MBA അറിയില്ല. MBA എന്നുള്ള പേര് തന്നെ അവർക്ക് പരിചിതമല്ല. അദ്ദേഹത്തിന്റെ പേരറിയില്ല, അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്ന് അറിയില്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്? ആ പാവം കർഷകർക്ക് അതറിയില്ല, ഏതൊക്കെ പാർട്ടികൾ അവിടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അത് വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് സർപഞ്ച് ഞങ്ങളെ വിളിച്ചു കൂട്ടും. സർപഞ്ച് ആ ഗ്രാമത്തിലെ ഗ്രാമത്തലവനാണല്ലോ. 2 ദിവസം മുമ്പ് സർപഞ്ച് വിളിച്ചു കൂട്ടും, കർഷകരെ മുഴുവൻ അല്ലെങ്കിൽ ആ ഗ്രാമവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടും. എന്നിട്ട് സർപഞ്ച് ഒരു ഉത്തരവ് നൽകി, ഇന്ന ദിവസം പോളിംഗിന് രാവിലെ 7 മണിക്ക് നിങ്ങളുടെ ഗ്രാമക്കവരിൽ ഒരു ലോറി വരും, അല്ലെങ്കിൽ പെട്ടിയാട്ടോ വരും, അല്ലെങ്കിൽ കാളവണ്ടി വരും, നിങ്ങൾ അതിൽ കയറിക്കൊള്ളണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകണം. ഞാൻ പറയുന്ന പേരിലേക്ക് വോട്ട് കുത്തണം. ഇതാണ് ഒരു ജനതയുടെ അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ജനാധിപത്യ ബോധം. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്ത, സ്വന്തമായി ചിന്തിക്കാൻ ശേഷി കൊടുക്കാത്ത ഒരു വിഭാഗത്തിന് മേൽ ആ ഗ്രാമത്തിന്റെ മുഖ്യൻ സർപഞ്ച് കൽപ്പിക്കുകയാണ്, ഞാൻ പറയുന്നു ഇവിടെ വോട്ട് കൊടുത്തു. നമ്മൾ അഭിമാനിക്കുന്ന ജനാധിപത്യത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു മുഖം കണ്ട ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ജനാധിപത്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം അത്ര ശുഭകരമല്ല. ജനാധിപത്യം അതിന്റെ എല്ലാ വീറും വാശിയോടെയും രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ സംവിധാനം അത്ര ഹിതകരമല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. രാജ്യത്തിനെ നേരിടുന്ന വെല്ലുവിളികളെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളെ ഏത് തരത്തിലാണ് സ്വാധീനിക്കേണ്ടത് എന്ന് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി നിശ്ചയിക്കുന്ന ദിവസമാണ് വോട്ടെടുപ്പ് ദിവസം. ആ ദിവസം ഒരു തീരുമാനമെടുക്കാൻ അവനവകാശമില്ലാതെ പോകുന്ന ദിവസം ജനാധിപത്യത്തിന് എവിടെയോ കൂട്ടു വീഴുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ ആ രീതിയിൽ ഇന്നും വളരെ ചൈൽഡിഷായി, വളരെ ശൈശവ ദിശയിലാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും, പല നാടുകളിലും, പല സംസ്ഥാനങ്ങളിലും ജനാധിപത്യം നിലനിൽക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള പോരാട്ടം കരുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വേറെ മറ്റു തരത്തിലുള്ള ഒരു ചിന്തകൾക്കും പ്രാധാന്യമില്ല, ഒരു ചിന്തകൾക്കും പ്രസക്തിയുമില്ല. നീ മത്സരിക്കുന്നവൻ ഏത് ജാതിയാണ്, അല്ലെങ്കിൽ മത്സരിക്കാൻ നിൽക്കുന്നവൻ എതിരാളിയായി നിൽക്കുന്നവൻ ഏത് ജാതിയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന വർഗീയ ഇഷ്യൂസ് എന്താണ്, ഇത്തരത്തിലേക്ക് വർഗീയതയെ ജനാധിപത്യത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കുത്തിവെക്കുന്നത് എത്രത്തോളം ആശ്വാസകരമാണ് എന്ന് ചിന്തിക്കേണ്ടത് പൗരന്മാർക്കുപരി ഇന്ത്യയുടെ ഭരണ നേതൃത്വം വഹിക്കുന്നവരുമാണ്, രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വഹിക്കുന്നവർ കൂടിയാണ്. അത് ഇടതായാലും വലതായാലും ഏത് മുന്നണിയാകട്ടെ, രാജ്യത്തിൻ്റെതാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് മതം അല്ലെങ്കിൽ ജാതി എന്ന് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. വളരെ വ്യത്യസ്തമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ച ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജാതി സെൻസസ് നടത്തണം. ഇന്നും ജനങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഏർപ്പെടുത്തിയ സംവരണത്തിന്റെ മാത്രം ഗുണഫലം അനുഭവിച്ച് ഒരു വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം അവരുടെ ജീവിത യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം നേടി മുന്നോട്ട് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സംവരണം അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ ലക്ഷ്യമുണ്ടല്ലോ, അത് നിറവേറ്റിയോ എന്ന് ഇടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അത്തരത്തിൽ വീണ്ടും ഒരു ജാതി സെൻസസ് നടത്തി കൂടുതൽ നടത്തേണ്ടതുണ്ടോ, കൂടുതൽ സംവരണം നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങൾക്കിടയിൽ ഇനിയും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകേണ്ടതുണ്ടോ? എല്ലാവരും നമ്മുടെ ഭരണഘടന പറയുന്നത് പോലെ എല്ലാവരും തുല്യരാണല്ലോ. അത് സവർണനെന്നോ അധസ്ഥിതനെന്നോ വ്യത്യാസമില്ല. അവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പരിരക്ഷ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നില്ലേ? അത് വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് അതിന്റെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ജാതി സെൻസസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? അക്കാര്യത്തിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ച നടക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ നാട് മാറുന്നു എന്ന് പറയുമ്പോൾ ഇത് ജാതി സെൻസസ് നടത്തുമ്പോൾ ആർക്കാണ് അതിന്റെ ഗുണഫലം കിട്ടുന്നു എന്നുള്ളതുകൊണ്ടല്ല, ആ ആശയമായി മുന്നോട്ട് വെക്കുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമോ എന്നുള്ള ഭീതി അത്തരം ചർച്ചകൾക്ക് പിന്നിൽ വരുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ നമ്മളത് കൗതുകപൂർവ്വം വീക്ഷിക്കുന്നതാണ്. ഒരു പാവപ്പെട്ട വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അർഹമായ പരിരക്ഷ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും വിഭാവനം ചെയ്യുന്ന സംരക്ഷണം, പരിരക്ഷ അവർക്ക് കൊടുക്കണമെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അപ്പോഴും അതിനെതിരെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ അത്ര ശുഭകരമല്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയേണ്ടി വരും.